ഹായ് ഗൈസ്, ഈ ഗൈസ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ കണ്ടു. എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഭയങ്കര എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈലൈറ്റ് മോളിൽ പുതിയത് വന്നൊരു തിയേറ്റർ ഉണ്ട്, കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ പുതിയ വന്നൊരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയി കണ്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. സംഭവം തിയേറ്റർ ഭയങ്കര നൈസാണ്, കുറേ സ്ഥലമുണ്ട്, മൾട്ടിപ്ലെക്സ് ആണ്, 8 തിയേറ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ 8 സ്ക്രീൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഭയങ്കര ഗ്രില്ലായിട്ട് ഞെട്ടിപ്പോയി. പിന്നെ അവിടെ കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്, കോപ്പിയാണ്. ഞാൻ ഫ്രണ്ടിൽ തന്നെ 100 രൂപേൻ്റെ തിയേറ്റർ 100 രൂപേൻ്റെ ടിക്കറ്റിലാണ് പോയി കണ്ടത്. സാധനം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എല്ലാവർക്കും അങ്ങനെ ഓപ്പിയായിട്ട് തോന്നുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇതിൽ ഞാൻ കുറേ ഞെട്ടി കോരിങ്ങനെ തരിച്ചതൊക്കെ ഇതിൽ മമ്മൂട്ടീൻ്റെ അഭിനയമാണ്. ഷെൻറ്റോളി അങ്ങനെ നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണ പെട്ടെന്ന് ഇങ്ങനെയാവുക. പിന്നെ ഇങ്ങനെ നിൽക്കുന്ന പെട്ടെന്ന് ഒരു ചിരി വരിക. ഏറ്റവും ഓരോ സീന് സാറുണ്ട് ഇതിലൊരു കിട്ടില്ല ഡയലോഗ് ഉണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ അനുവാദമില്ല പറയുന്ന ഒരു സാറുണ്ട്. ഷീറ്റോളിയോ ഭയങ്കര ഓപ്പി. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാത്തൻ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മുന്നോട്ട് പോകുന്നത്. ഒരാൾ പെടുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ, അത് അർജുൻ അശോകൻ. അത് നമുക്ക് ട്രെയിലറിൽ തന്നെ കണ്ടാൽ ഏകദേശം മനസ്സിലാവും. പല ആൾക്കാരും ഡീകോഡ് ചെയ്തെടുത്ത സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇത് സത്യം ഒരു വെറൈറ്റിയാണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുകയെന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു പടം കുറേ പേര് കാണുന്നത്. ഞാനങ്ങനെ കണ്ടത് എനിക്ക് തോന്നുന്നു പഴയ പടങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്നല്ലാതെ ഇങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഇതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ പോയി കാണുന്നത്. അത് എനിക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ റേഷ്യോ വ്യത്യാസമുണ്ട്, കുറച്ചിങ്ങനെ അടിച്ചമർത്തിയിട്ടാണ്. അതൊക്കെ ഒരു കണക്ക് നല്ല. സാധാരണ ഫുള്ളിൽ ചിലതൊന്നും കിട്ടാറില്ല, ഇത് കംപ്ലീറ്റ് ഫുള്ളിൽ കിട്ടണം. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് തിയേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ ആകെ ഒരു 5 ആൾക്കാരേ ഉള്ളൂ, മുഖം കാണിച്ചിട്ട് 5 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് അഭിനയം ഭയങ്കര കിട്ടില്ല. നമ്മൾ ചില സീൻസൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു കയറുന്ന, ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു കയറുന്ന ഒരു സീൻ ഉണ്ടാവും. പിന്നെ ഇതിലെ സൗണ്ട്സ്, ഫസ്റ്റ് സൗണ്ട്സിന് തന്നെ പറയാം, ഭയങ്കര നൈസ് സൗണ്ട്സ് ആണ്. പക്ഷെ എൻ്റെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൽ ഭയങ്കര ഹൈ വോളിയം ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എനിക്കിങ്ങനെ ഭയങ്കര ചിലപ്പൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കംഫർട്ട് ഇല്ലാതെ സൗണ്ട് മുന്നോട്ട് പോകുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി. അതെന്തുകൊണ്ടാണ് എനിക്ക് എന്തോ അങ്ങനെ കറക്റ്റ് കിട്ടിയില്ല ചില സാധനങ്ങളൊക്കെ. അത് മേ ബി ഈ സൗണ്ട് കാരണമായിരിക്കും. ഒരു പൂർണ്ണമായിട്ടുള്ള സൗണ്ട് കിട്ടാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. നല്ല തിയേറ്ററിലാണെങ്കിൽ ഇത് ആ ഒരു എക്സ്പീരിയൻസും ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൽ പല വിഷ്വൽസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും പല വിഷ്വൽസും ഭയങ്കര നൈസായിരുന്നു, ഭയങ്കര ഓപ്പി ആയിരുന്നു. അറിയാലോ, ഇത് പഴയ കാലഘട്ടത്തിലുള്ള അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് ആ ഒരു സ്വഭാവത്തിൽ കാണും. ആ പഴയ കാലഘട്ടത്തിൻ്റെ ആ ഒരു സ്വഭാവം നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് പിന്നെ പറയാനുള്ളത് ഇതിൽ മ്യൂസിക്, അങ്ങനത്തെ ഒരു മ്യൂസിക് മറ്റേ ഒരു രസമല്ലേ, മറ്റേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, തമ്പൂരാനെഴുന്നള്ളി, ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ അല്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് മ്യൂസിക്കാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഒരു ഗെയിം കളിക്കുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര ഒപ്പി, ഭയങ്കര പറഞ്ഞ് ഞാൻ ഭയങ്കര കിടലായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വയലൻസ് നല്ലോണം ഉണ്ട്. സോ കുട്ടികൾക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്ര വയലൻസ് ഒക്കെ സീനാവുന്ന പിള്ളേരുടെ അങ്ങനെ പോയി കാണുന്നു വേണ്ട. വയലൻസ് സീനാണെങ്കിലും നിങ്ങൾ കാണുന്നു വേണ്ട. അങ്ങനത്തെ സീനൊക്കെ അവിടെ ഇവിടെയൊക്കെ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ മമ്മൂട്ടീൻ്റെ അഭിനയം ഷിറ്റോളിയോ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയം. അർജുൻ അശോകും നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. ഈ യക്ഷിയായിട്ട് വന്ന ആള്, എനിക്ക് ആ ഒരു കോസ്റ്റ്യൂം കണ്ടിട്ട് ഈ ലവ് ഡെത്ത് റോബോട്ട്സിൽ ഒരു എപ്പിസോഡുണ്ട്, അതിൽ തന്നെയല്ലേ സെക്കൻഡ് സീസണിൽ ലവ് ഡെത്ത് റോബോട്ട്സിൽ ഏതൊരു എപ്പിസോഡ്, ലാസ്റ്റ് എപ്പിസോഡ് ഏതൊരു എപ്പിസോഡിൽ ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്, ഒരു ഡാൻസ് കളിച്ചിട്ട് സ്വർണം കൊണ്ടൊക്കെ ഉള്ള ഒരു സാധനം. ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഹോട്ട് യക്ഷി. അത് പോകട്ടെ. പിന്നെ ഇത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട്, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു വരണം, ആ ഒരു വൈബിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പടം കാണണമെന്നൊന്നുമില്ല. ഭയങ്കര ചില്ലായിട്ട് ഫാമിലി ആയിട്ട് പോയി അങ്ങനെ ഒരു പടം കാണണമെന്നില്ല. പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പ്രത്യേക ഇത്രയും ഇറങ്ങിയ ഈ ഒരു 2-3 കൊല്ലമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ചും കൂടി ഇതിൻ്റെ മേക്കിംഗ്, ഈ ചാത്തം വരുന്ന സീനും
അതിൽ ഞാൻ ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് വൃത്തിക്ക് ചെയ്ത്, എന്ത് സൂപ്പറായിട്ട് ചെയ്ത്. ഞാൻ പുറമെയുള്ള പടങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മൾ മലയാളം പടം ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ പടത്തിന് അത്ര ബഡ്ജറ്റൊന്നുമില്ല. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്ര വൃത്തിക്ക് ചെയ്യാന്ന് പറയുന്നത്, ബഡ്ജറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല അത് പിടിച്ച. പക്ഷേ ഇത്രയും നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നീറ്റ്നെസ് ഉണ്ട്, ഒരു വൃത്തി ഉണ്ടല്ലോ, അത് ഇതിൽ നല്ല രസമുണ്ട്. പിന്നെ എന്താ, ഇപ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാവരും അടിപൊളിയാണ്. പല സീൻസും എനിക്കിങ്ങനെ ഞെട്ടിപ്പിക്കുന്ന സീനായിട്ട് തോന്നി. അവിടെ ഇവിടെ ചെറിയ ട്വിസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒരു നൈസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ പോയി കാണാനുള്ള കാര്യം ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര ഓപ്പിയായിരുന്നു. ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള സംഭവം അതും എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം വെച്ചിട്ട്, അതായത് ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് എനിക്കത് കിട്ടി. അതായത് ഒരു സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ചില ഏരിയയിലൊക്കെ ചിലത് ഞാൻ നോട്ട് ചെയ്തതാണ്. ഈ ചില ഏരിയയിൽ നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അച്ഛനെ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നോക്കടാന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ആ ഒരു ഷോട്ടിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരൊറ്റ ഷോട്ടിൽ ഒരാളെ കാണിക്കുമ്പോൾ വേർക്കും, ഭയങ്കരമായിട്ട് വേർക്കും. എന്തോ അവിടെ സംഭവം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു ട്രാപ്പിൽ കുടുങ്ങുന്ന അങ്ങനത്തെ എന്തോ ഒരു ഫീലാണോ ഈ വേർപ്പെന്ന് കാണിക്കുന്നത് എനിക്കറിയില്ല. പിന്നൊരു സംഭവം കാണിക്കുമ്പോൾ വേർപ്പില്ല, പിന്നെ വേർക്കും. അങ്ങനത്തെ ഒരു അൾട്ടർനേറ്റ് ആയിട്ടൊരു സംഭവം നിങ്ങൾ കാണാൻ പോകുന്നവർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനത്തെ കുറേ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ മുടി നരയ്ക്കുന്നതും കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അതായത് ടൈം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ചില ഭാഗങ്ങളൊക്കെ അങ്ങനത്തെ ഫീലൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുമെന്ന് വിചാരിക്കുന്നു. അതിനോട് ഞാൻ പറയുന്നില്ല. സോ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത റിവ്യൂ ഇടാം.